അപ്പൊ നമ്മൾ ഇനി അറിയാം സെഗ്മെന്റിലേക്ക് പോവാണ്. എന്റെ കൂടെ ഒരു അതിഥിയുണ്ട്. നമ്മൾ ഈ പ്രണയദിനത്തിൽ സമ്മാനങ്ങളൊക്കെ കൈമാറും, പക്ഷെ രത്നങ്ങൾ കൈമാറും എന്ന് അല്ലെങ്കിൽ അങ്ങനെ സമ്മാനം കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ രത്നങ്ങൾ ഈ ദിനത്തിൽ കൈമാറാം എന്ന് പറയാൻ ഡോക്ടർ ഷംന ഹനീമ നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ ഷംന ഈ രത്നങ്ങളിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് അല്ലെ? അതപ്പോ ഏതൊക്കെ രത്നങ്ങളാണ് ഈ വാലന്റൈൻസ് ദിനത്തിൽ പ്രധാനമായിട്ടുള്ളത്? മെയിൻ ആയിട്ട് പിങ്ക് കോഡ്സ് അഥവാ റോസ് കോഡ്സ് എന്ന് പറഞ്ഞ സ്റ്റോൺസ് ആണ് റോസ് കോഡ് വാലന്റൈൻസ് ഡേയില് പ്രധാനമായിട്ട്. അതായത് ലവ് ആണ്, അതായത് പ്രണയിനികൾക്ക് വേണ്ടിയിട്ട്, പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മള് അത് കൊടുക്കുന്നതാണ്. അതായത് നമ്മളിപ്പോ വിഷ്വല് കാണുന്നുണ്ട്. അപ്പൊ അതായത് നമ്മളുടെ ഉള്ളിലുള്ള, അതായത് നിലനിൽക്കുന്ന പ്രണയം അത് നന്നായിട്ട് കൊണ്ടുപോകാൻ, നമ്മൾക്ക് നല്ലൊരു ബന്ധം, അതായത് നമുക്കൊരു നല്ലൊരു റിലേഷൻഷിപ്പ് വേണോന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്റ്റോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ലൊരു ബന്ധം, അതായത് ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു സ്റ്റെബിലിറ്റി കിട്ടും അല്ലെ? അത് നമ്മളുടെ മനസ്സ്, ഇത് ഈ പിങ്ക് കോഡ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് കൂളാക്കുവാണ്. നമ്മൾ ഭയങ്കരമായിട്ട് കൂളായിട്ട് നമ്മളുടെ ഉള്ളില് സ്നേഹം, അതായത് ഇത് മെയിൻ ആയിട്ട് വരുന്നത് ലവ് ആണ്, സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് വരിക എന്നുള്ളതാണ് ഈ പിങ്ക് കോഡ്സ് എന്ന് പറഞ്ഞ സ്റ്റോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡോക്ടറെ നോക്കുകയാണെങ്കിൽ ഡോക്ടർ ഒരുപാട് ഇങ്ങനെ ഇത് പിങ്ക് കോഡ്സ് ആണ്. ഓക്കെ, ഇതാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരിട്ട് ഞാൻ കണ്ടു തൊട്ടു. അപ്പൊ നമ്മൾ സമ്മാനങ്ങളുടെ വില ചോദിക്കരുന്ന് പറയുമെങ്കിലും എനിക്ക് അറിയണം താല്പര്യമുണ്ട്. ഈ ഒരു മാലയ്ക്ക് ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ്. ഇതായത് ഇതിനകത്തൊരു കാർവിംഗ് ഉണ്ട്, ഹാൻഡ് മെയ്ഡ് ആണ്, അതുകൊണ്ട് ഇത്തിരി കോസ്റ്റ്ലി ആണ്. പക്ഷെ നമുക്കൊരു റിംഗ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്കൊരു 2500. എനിക്ക് ഇതിന്റെ വില അറിയണ്ട. ഇതിന്റെ വില ഒരു 30,000 വരും. 30,000. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയിനിക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സമ്മാനം കൊടുക്കണമെങ്കിൽ അതും നമ്മുടെ ബന്ധം നിലനിന്ന് പോകാൻ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് സ്റ്റോൺ നമ്മൾ യൂസ് ചെയ്താൽ മെയിൻ ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊടുക്കുന്ന സ്റ്റോൺ ഒറിജിനൽ ആയിരിക്കണം, എന്നാലേ ഞാൻ പറഞ്ഞ ഈ റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ പറ്റിയില്ല. അല്ലാണ്ട് ഇത് മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോൺസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ഈ ഞാൻ പറഞ്ഞ ഈ നല്ല റിലേഷൻഷിപ്പ് വരണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കപ്പെടാനും ഒരാൾ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ഈ പിങ്ക് കോഡ്സ് അഥവാ റോസ് കോഡ്സ് തന്നെ കൊടുത്താൽ ഈ പറയുന്ന റിസൾട്ട്. ശരി, അപ്പൊ നമുക്ക് ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് എങ്ങനെ ഒറിജിനൽ ആണെന്ന് അറിയാൻ പറ്റും നമുക്ക്? അത് ഇപ്പൊ മാർക്കറ്റിൽ വരുന്നത് ഡൈ വരുന്നുണ്ട്, അതായത് വൈറ്റ് സ്റ്റോൺസിനകത്ത് ഇത് കളർ ചെയ്ത് ഡൈ ചെയ്ത് വരുന്നുണ്ട്. അത് നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾക്ക് യാതൊരുവിധ ഫീലിങ്സ് ഉണ്ടാവില്ല. പക്ഷെ ഒറിജിനൽ സ്റ്റോൺസ് ആണെങ്കിൽ ഇടുന്ന ഒരു 1 വീക്ക് 2 വീക്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് താനേ വരുവാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിപ്പോ എല്ലാവർക്കും അറിയണമെന്നില്ല ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു 10-25 വർഷമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കിത് കാണുമ്പോഴും അതുപോലെ നമുക്ക് നമ്മൾ എടുക്കുന്ന ഈ സ്റ്റോൺ നമ്മൾക്ക് വരുന്ന സ്ഥലവും അത്ര ജെന്യൂൻ ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും അത് അറിയണമെന്നില്ല. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു സ്റ്റോൺ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ, ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ഒറിജിനലാണ്. ഈ പറഞ്ഞ റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ സ്റ്റോൺസ് തന്നെ നമ്മൾ നോക്കി കണ്ട് വാങ്ങിക്കണം, എന്നിട്ട് കൊടുക്കണം ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും ഒറിജിനൽ കൊടുക്കുക. പിന്നെ ഈ ഇത് മാത്രം കൊടുത്തോണ്ട് മാത്രമല്ല, നിങ്ങൾ നന്നായി ഇരിക്കുകയും കൂടെ വേണം. എന്നിട്ട് ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ എന്തായാലും ഡോക്ടർ ഷംനയെ നമുക്ക് കിട്ടിയപ്പോൾ കുറച്ച് വൈകി, അതുകൊണ്ട് നമ്മൾ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പക്ഷെ ഇനിയുമുള്ള ദിവസങ്ങളിൽ പല സ്റ്റോൺസ് ആയിട്ട് നമ്മൾ വരും. അപ്പോൾ ഇന്നത്തെ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.